വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള HSST ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള മോളിക്യുലാർ ആൻഡ് സെൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ എടുത്ത പോർഷൻസും എടുക്കാത്ത പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുത്ത് തീർക്കുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ നോക്കാം. എ DNA സെൻസ് സ്ട്രാൻഡ് ഹാവിംഗ് ദ സീക്വൻസ്. ആക്ച്വലി DNA സെൻസ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്. 5' to 3' ആയിരിക്കും കേട്ടോ സീക്വൻസ്. ഇവിടെ നമുക്ക് തല തിരിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം അവ get mutated at the 5th position from the 5' end with a transition. Okay, important ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ട്രാൻസിഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രാൻസിഷൻ ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അതായത് mRNA ഉണ്ടായി, mRNA യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായി. ഹൗ മെനി അമിനോ ആസിഡ് വിൽ ബി പ്രസന്റ് ഇൻ ദ റിസൾട്ടിംഗ് പോളിപെപ്റ്റൈഡ്. ആ ഒരു പോളിപെപ്റ്റൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് നമുക്ക് ഇതിൽ തന്നെ അമിനോ ആസിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അപ്പൊ അതിന്റെ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി 5 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു 5 വരുന്നത് നോക്കാം. ഇവിടെ സൊല്യൂഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രാൻഡ്. അപ്പൊ 5ാമത്തെ പൊസിഷനിൽ വരുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് തൈമിൻ ആണ്, ടി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു നൈട്രജൻ ബേസിന് ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസിഷൻ എന്ന് വെച്ചാല് ആ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ് കേട്ടോ. ട്രാൻസിഷൻ എന്ന് പറയുന്നത് പോയിന്റ് മ്യൂട്ടേഷനിൽ പിരമിഡ് ആണ് ഉള്ളതെങ്കിൽ പിരമിഡിനെ മറ്റൊരു പിരമിഡ് വെച്ച് റീപ്ലേസ് ചെയ്യും. ടി ആണെങ്കിൽ അതിനെ സി വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ഒരു പ്യൂരിൻ ആണെങ്കിൽ വിത്ത് പ്യൂരിൻ മറ്റൊരു പ്യൂരിൻ വെച്ച് റീപ്ലേസ് ചെയ്യും. എ ആണെങ്കിൽ ജി വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പോയിന്റ് മ്യൂട്ടേഷനിൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ടി ആണല്ലോ ഉള്ളത്. അപ്പൊ ടി എന്ന് പറയുന്ന പിരമിഡിനാണ്. ആ പിരമിഡിനെ മറ്റൊരു പിരമിഡിനായിട്ടുള്ള സൈറ്റോസിൻ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ റീപ്ലേസ് ചെയ്താൽ ഈ ഒരു സെൻസ് സ്ട്രാൻഡിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കഴിഞ്ഞ് കിട്ടുന്ന പോളിപെപ്റ്റൈഡിൽ എത്ര അമിനോ ആസിഡ് ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കിയാലോ. എവിടുന്ന് ഏത് സൈഡിൽ നമുക്ക് 2 സൈഡിൽ നിന്ന് എണ്ണിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. 3 നമ്പർ ബേസ് ചെയ്തിട്ട് എണ്ണിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടുന്ന് 5' എണ്ണിയാൽ ഇത് ഒന്നാമത്തത് അല്ലെ, ഇത് 2, 3, 4, 5. ഓക്കെ, നമുക്കറിയാലോ ട്രിപ്ലെറ്റ് ആണ്. ട്രിപ്ലെറ്റ് കോഡോൺ ആണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ഇവിടെ GCC, TCA, CAC, CCC, ACC ഇങ്ങനെ 3 അമിനോ ആസിഡ്സ് ആണ് വന്നത്. അപ്പൊ 5 എണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൻസർ ഇവിടെ 5 ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഓർക്കണം. ഏതെങ്കിലും കേസിൽ ഇഫ് ദ മ്യൂട്ടേഷൻ ക്രിയേറ്റ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടുള്ള ഉവ, ഉഗ, ഉവാഗ് അങ്ങനെയാണ് കേട്ടോ പഠിക്കേണ്ടത്. ഉവ, ഉഗ, ഉവാഗ് അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റോപ്പ് കോഡോൺ mRNA യിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് ഏർലി തന്നെ. ഓക്കെ, അപ്പൊ ഈ ഒരു PSC പ്രോബ്ലം എന്ന് പറയുന്നത് the resulting mRNA sequence is calculated to produce 5 amino acid chain before hitting a stop signal. Stop signal എത്തുന്നതിന് മുന്നേ തന്നെ, ഇവിടെ ഇപ്പോൾ stop signal എത്തിയിട്ടില്ല. അപ്പൊ അവിടെ തന്നെ 5 അമിനോ ആസിഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ, പക്ഷെ സംഭവം സിമ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് HSST യിൽ അധികവും ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ രാമചന്ദ്രൻ പ്ലോട്ട്, അതായത് പ്രോട്ടീന്റെ 2D സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഈ ഒരു രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു പ്രോട്ടീന്റെ 2D സ്ട്രക്ചർ 2D വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് GN രാമചന്ദ്രൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാപ്പ് അലോ ചെയ്തിട്ടുള്ള ഒരു കൺഫർമേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രാമചന്ദ്രൻ പ്ലോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വരുന്ന ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് ആ ഒരു ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വീഡിയോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് രാമചന്ദ്രൻ പ്ലോട്ട് വരക്കുമ്പോൾ ആ ഒരു പ്ലോട്ടിലുള്ള ഫൈ ആൻഡ് സൈ എന്ന് പറയുന്ന 2 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ഫൈ ആൻഡ് സൈ എന്ന് പറയുന്ന 2 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അത് റെപ്രസെന്റ്സ് ഉണ്ട്. അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോണ്ട് ലെങ്ത് ഓഫ് ദ പെപ്റ്റൈഡ്സ്, ടോർഷൻ ഡൈഹൈഡ്രൽ ആംഗിൾ ഓഫ് ദ polypeptide backbone, the distance between the alpha carbon, the strength of the hydrogen bond. അപ്പോൾ phi and psi
psi എന്ന് പറയുന്ന രണ്ട് ടോർഷണൽ ആൻഡ് ഡൈഹൈഡ്രൽ ആംഗിൾസ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ബാക്ക്ബോണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് എന്താ ഈ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ഒരു ആംഗിൾസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻസിലെ സ്റ്റിറിക്കലി ഉള്ള കൺഫർമേഷൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്ത കേസിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതില് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് phi എന്ന് പറയുന്നത് angle of rotation around the NC alpha bond. Okay, NC alpha bond. Okay, NC alpha bond ആണ് phi എന്ന് പറയുന്നത്. Okay, psi എന്ന് പറയുന്നതോ C alpha C bond ആണ്. Okay, C alpha C bond ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംബ്രഷ് ക്രോമസോം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്രോമസോം ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ലാംബ്രഷ് ക്രോമസോംസ് ആർ ഒബ്സർവ്ഡ് ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ? അതായത് ലാംബ്രഷ് ക്രോമസോം എന്ന് പറയുന്നത് സാധാരണ ക്രോമസോംസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ജയന്റ് ആയിട്ടുള്ള, ഹൈലി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, ആക്റ്റീവ്ലി ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്രോമസോം ആണ്. ആക്ച്വലി ഇത് പ്രസന്റ് ആയിട്ടുള്ളത് മമാലിയൻസ് ഒഴിച്ചിട്ട്, അതായത് ആംഫീബിയൻ, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ചില ഇൻവെർട്ടിബ്രേറ്റ്സിലും oocytes-ലാണ്. oocytes എന്ന് പറയുന്നത് ആക്ച്വലി അവയുടെ ഇമ്മെച്യൂർ ആയിട്ടുള്ള എഗ് സെൽസ്, ആ ഒരു oocytes-ലാണ് ഈ ഒരു ലാംബ്രഷ് ക്രോമസോംസ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവ ആക്ച്വലി മിയോസിസ് 1-ന്റെ പ്രോഫേസ് 1-ലുള്ള ഏത് സ്റ്റേജിലാണ്? ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സൊല്യൂഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ജയന്റ് ക്രോമസോംസ് ആണ്, ഫൗണ്ട് ഇൻ ദ oocytes ഓഫ് ആംഫീബിയൻസ്. ആംഫീബിയൻസ് മാത്രമല്ല, ബേർഡ്സിലും റെപ്റ്റൈൽസിലും പ്രസന്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവ മെയിൻ ആയിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. ഓക്കെ, അത്രയും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡിപ്ലോട്ടീൻ സ്റ്റേജിലായിരിക്കും വേർ ആക്റ്റീവ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ലാറ്ററൽ ലൂപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ ലാംബ്രഷ് ക്രോമസോമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PCR-ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCR-ൽ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈം ആയിട്ടുള്ള ടാക് പോളിമറൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് ഐസൊലേറ്റഡ് ഫ്രം വിച്ച് ബാക്ടീരിയം? അതായത് PCR-ൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡി ജനറേഷൻ, അതായത് ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള DNA-നെ സിംഗിൾ സ്ട്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഡീനാച്ചുറേഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഡീനാച്ചുറേഷൻ നടത്തുന്ന എൻസൈം എന്ന് പറയുന്നത് ടാക് പോളിമറേസ് ആണ്. അത് അത്രയും ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന എൻസൈം ആയിരിക്കണം അല്ലെ. ആ ഒരു എൻസൈം ഏത് തരം ബാക്ടീരിയത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഈക്കോളൈ, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, തെർമസ് അക്വാട്ടിക്കസ്, ബാസിലസ് തുറിഞ്ചൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന സ്റ്റേജ് ആ ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ഇപ്പോൾ ഡീനാച്ചുറേഷൻ ഏകദേശം 94°C ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തെർമോഫിലിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയം, അതായത് ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന തെർമോഫിലിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയം ആണ് തെർമസ് അക്വാട്ടിക്കസ്. അവയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ടാക് പോളിമറൈസ് എൻസൈം ആണ് PCR-ന് ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രോമസോമിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്രോമസോം ഡബ്ലിംഗ് വിത്തൗട്ട് ദ ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ്. അതായത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കാതെ, അതായത് ക്രോമസോമിന്റെ മാത്രം ഡിവിഷൻ നടന്ന് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കാതെ ക്രോമസോം മാത്രം ഡബിൾ ചെയ്യുന്ന പ്രോസസ്സിന് പേരെന്താണ്? അപ്പം ഈ ഒരു 4 ഓപ്ഷനിൽ ഈ ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാതെ ക്രോമസോം ഡബിൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എൻഡോമൈറ്റോസിസ് ആണ്. അപ്പൊ എന്താണ് ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് കൂടി ഒന്ന് പരിചയപ്പെടാം. ആ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു ബാക്ടീരിയാസിലൊക്കെ നടക്കുന്നതാണ്. ബാക്ടീരിയ, ഈസ്റ്റ്, ഡിസീസ്ഡ് ആയിട്ടുള്ള സെൽസിലാണ് ആ മൈറ്റോസിസ് നടക്കുക. അതായത് സെല്ല് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ DNA-യുടെ അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ ആണ് പറയുന്നത്. ഇവിടെ അൺഈക്വൽ അല്ല, ക്രോമസോം ഡബിൾ ചെയ്യുന്നു എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൈറ്റോസിസ് അല്ല. then സൈറ്റോകൈനസിസ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ കാരിയോകൈനസിസ് കഴിഞ്ഞതിന് ശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽ ആവുന്ന പ്രോസസ് ആണ് സൈറ്റോകൈനസിസ്. then എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നതാണ് അതിന്റെ മറ്റൊരു പേര് ഇന്റേണൽ റെപ്ലിക്കേഷൻ ആണ്. അതായത് ഈ ഒരു എൻഡോമൈറ്റോസിസിന്റെ കേസിൽ ആക്ച്വലി അവിടെ ക്രോമസോംസ് റെപ്ലിക്കേറ്റ് ചെയ്യും. ക്രോമസോംസ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഡബിൾ ആകുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താ അവിടെ
ന്യൂക്ലിയസ്, അതായത് സബ്സീക്വന്റ് സെപ്പറേഷൻ ഓഫ് ദ DNA into 2 ന്യൂക്ലിയസ്, അതായത് 2 ന്യൂക്ലിയസ് ആയിട്ട് എന്താ സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ, ആ ഒരു DNA ന്യൂക്ലിയസിന്റെ സെപ്പറേഷൻ ഇല്ലാതെ തന്നെ ക്രോമസോം എന്ത് ചെയ്യാണ്, റെപ്ലിക്കേഷൻ നടത്തുകയാണ്. അപ്പൊ അത്തരം കേസിൽ ഒരു സെല്ലിൽ തന്നെ ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ന്യൂക്ലിയസോ സെല്ലോ ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കണ്ടീഷൻ പോളിപ്ലോയിഡിലേക്ക്, ഒരു സിംഗിൾ സെല്ലിൽ തന്നെ പോളിപ്ലോയിഡി ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് എന്താ ഹൈ മെറ്റബോളിക് കപ്പാസിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിലൊക്കെയാണ് എൻഡോമൈറ്റോസിസ് നടക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞാൽ മെമാലിയൻ ലിവറിലും ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗാ കാരിയോസൈറ്റ്സിലും ഒക്കെ ഈ ഒരു എൻഡോമൈറ്റോസിസ് ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ എൻറ്റയർ സെറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ എൻ ഓർഗാനിസം ഈസ് കോൾഡ് പ്രോട്ടിയോം, ജീനോം, ട്രാൻസ്ക്രിപ്റ്റോം, ജീനോടൈപ്പ്. വളരെ ഈസി ആണ് അല്ലെ. ആൻസർ ഏതാണ്? ജീനോം ആണ്. അപ്പൊ ബാക്കി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജീനോം എന്ന് പറയുന്നത് ടോട്ടൽ DNA ആണ് അല്ലെ. ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത് ടോട്ടൽ RNA ആണ്. പ്രോട്ടിയോം എന്ന് പറയുന്നത് ടോട്ടൽ പ്രോട്ടീൻസ് എക്സ്പ്രസ്ഡ് ആണ്. ജീനോടൈപ്പ് എന്താ? നമ്മുടെ ജനറ്റിക് ആ ഒരു ഫിനോടൈപ്പ്, ജീനോടൈപ്പ് എന്ന് പറയുന്ന ജനറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ടേം ആണല്ലേ. ജീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനാണ് ജീനോടൈപ്പ്. ഇന്റേണൽ ക്യാരക്ടേഴ്സിനാണ്. ഫിനോടൈപ്പ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റ് ആയിരുന്നു. Then ഏഴാമത്തെ ക്വസ്റ്റ്യൻ, which of the following stains is used to observe mitochondria in a living cell? ഒരു ലിവിങ് സെല്ലിൽ മൈറ്റോകോൺട്രിയനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? അസെറ്റോകാർമിൻ, സഫ്രാനിൻ, ജാനസ് ഗ്രീൻ ബീ, ക്രിസ്റ്റൽ വയലറ്റ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള 3 സ്റ്റെയിൻസും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് ഒരു ജാനസ് ഗ്രീൻ ബി ആണ് ഉള്ളത്. സോ മൈറ്റോകോൺട്രിയ സ്റ്റെയിൻ ചെയ്യാൻ ജാനസ് ഗ്രീൻ ബി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു വൈറ്റൽ സ്റ്റെയിൻ ആണ് കേട്ടോ. അപ്പൊ അതില് അവ മൈറ്റോകോൺട്രിയ ആണ് പ്രസന്റ് ആണെങ്കിൽ, ആ ഒരു സെല്ലിൽ മൈറ്റോകോൺട്രിയ പ്രസന്റ് ആണെങ്കിൽ ആ ഒരു റീജിയനിൽ അവ മൈറ്റോകോൺട്രിയയിൽ ഇവ ഗ്രീൻ കളർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഈ ഒരു സ്റ്റെയിൻ, വൈറ്റൽ സ്റ്റെയിൻ ആയിട്ടുള്ള ജാനസ് ബ്രീ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ആവും. അതായത് മൈറ്റോകോൺട്രിയയിൽ സൈറ്റോക്രോം ഓക്സിഡേസ് ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് സൈറ്റോക്രോം ഓക്സിഡേസ്. ഒരു സൈറ്റോക്രോം ഓക്സിഡേസ് പ്രസന്റ് ആയതുകൊണ്ട് ജാനസ് ഗ്രീൻ ബി ഒഴിക്കുമ്പോൾ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ത് ചെയ്യും? ഇതിനെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവ ഗ്രീൻ കളർ ആയിട്ട് കാണിക്കും. പക്ഷെ മൈറ്റോകോൺട്രി ഇല്ലാത്ത ബാക്കി സൈറ്റോപ്ലാസം പോലെയുള്ള റീജിയൻസിലൊക്കെ അവ എന്ത് ചെയ്യും? കളർലെസ് ആയിരിക്കും. കാരണം അവിടെ ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Then last question, for histoenzymological study, sectioning of woody material is performed using a rotary microtome, rocking microtome, sludge microtome, ultra microtome. ഏതാണ് ആൻസർ? സ്ലെഡ്ജ് മൈക്രോട്ടോം ആണ്. അതായത് സ്ലെഡ്ജ് മൈക്രോട്ടോം എന്തിനു വേണ്ടിയിട്ടാ? ഭയങ്കര ഹാർഡ് അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള സാമ്പിൾസിനെ നല്ല രീതിയിൽ തിന്നായിട്ട് കട്ട് ചെയ്യാൻ, വുഡ്, ബോണ് പോലെയുള്ള എന്താ സ്ട്രക്ചേഴ്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഹെവി ആയിട്ടുള്ള എന്താ സ്റ്റേബിൾ ട്രാക്സിലൂടെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല തിന്നായിട്ടുള്ള സ്ട്രക്ചർ വുഡിന്റെയോ അല്ലെങ്കിൽ അത്രയും ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെയോ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലെഡ്ജ് മൈക്രോട്ടോം ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു എന്താ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന ക്ലാസ്സിലുള്ള കുറെ സെക്ഷൻസ് ഇടുന്നതായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും പോർഷൻസ് ഇതിൽ സബ്ജക്ട് ടോപ്പിക് വൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.